വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. രാത്രി 10:55 നമ്മൾ പോകാൻ പോകുന്നത് നാളെ ഉദ്ഘാടനമുള്ള, നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതല്ല, അവിടെ ഉദ്ഘാടനമുള്ള ഒരു കടയുടെ ആഡിന്റെ ചെറിയൊരു പോർഷൻ എടുക്കാനാണ്. കട ഏതാന്നൊക്കെ അവിടെ എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരും. ഉള്ളിലൊന്നും കാണിക്കൂല, കാരണം ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മൾ കാണിച്ച സർപ്രൈസ് പൊളിയും. ഫുൾ വ്ളോഗ് നമ്മൾ വേറെ ചെയ്യും. അപ്പോൾ പോലെ എന്റെ കൂടെ അബും റിതു ഉണ്ട്. നമുക്ക് ഗേറ്റ് ഒന്ന് തുറക്കാം. അവിടുന്ന് 2 വീട് എടുക്കാണ്ട്. ഒന്ന് നമ്മൾ ലാസ്റ്റ് ഒരു ആ പോർഷൻ മാത്രം. പിന്നെ ഒരു ചെറിയ കണ്ടന്റ് അതായത് മറ്റേ ഡയലോഗ് അധികമല്ലടാ, അത് ഋതു എത്തിയിട്ടുണ്ട്. നമ്മുടെ ഋതു മോസ്കോ എന്ന അപ്പൊ അത് കുട്ടിക്കോ ചായ പറഞ്ഞ ചായ കൊടുക്കുന്ന ആക്കണ്ട. ഇപ്പൊ തീരുമാനമായിരുന്നു കള്ളന്മാർക്കുള്ള എവിടെ ചായ വെക്കുന്ന ഒരു വ്ളോഗുണ്ട്, എല്ലാവർക്കും പോകാനല്ലോ. അപ്പൊ ഓക്കെ, നമുക്ക് പോവാം. അവിടെ 2.5 മിനിറ്റ് 2.5 മിനിറ്റ് നിയന്ത്രിക്കണം. വണ്ടി 3 നമ്മൾ 2.5 മിനിറ്റ് ഉണ്ടോ? അത് ടൈറ്റായി 3 തലന്നാ അത് നൈസാവേ. ജയ് ഉണ്ടായിരുന്നു കയറിക്ക. 3 വണ്ടി പോകണ്ട, 2 വണ്ടി കയറണം. കുഞ്ഞോനെ അല്ല, കുഞ്ഞോനെ വിളിച്ചാൽ അത് ആക്ഷേപമാവും. അപ്പൊ നമുക്ക് അബൂ സ്റ്റേഷനിൽ തന്നെ ഒരു വാറത്തിൽ കയറിയോ കേട്ടോ. വേറെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. ഇതിൽ വാറതൊന്ന് ഒരു പാകർച്ച ഒന്ന് വന്നു പിന്നെ ഓട്ടിക്കാത്ത. ഇപ്പം സമയമല്ല, ബ്ലോഗ് എടുത്ത് ഗൈസ് കട്ട് ചെയ്യണ്ട. അപ്പൊ എപ്പോഴും അതോടെ എടുത്തോട്ടെ. അപ്പൊ നമ്മൾ പോവുകയാണ്. അബുവിനെ തന്നെ വിളിക്കണം. അതായത് വേറൊന്നുമില്ല, ഞാൻ ഓൾറെഡി വിളിച്ചു പോയി. അബു ഓക്കെ. തഹസിനൊന്നും വരില്ല, എങ്ങനെ അബുവിനെ വരുന്നില്ല. എന്നെ മറ്റേ വിളിച്ചു. ഇവന്താ കാട്ടുന്നേ? അവിടെ സമയം പോണു. ഇത് കേറി വന്നിട്ടേ. അപ്പൊ നമുക്ക് കേറിക്കോ, ഓഞ്ഞ് വന്ന് വെറ്റെന്തായാലും. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. നമ്മുടെ വീടിൽ നിന്നും നേരെ സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോ പോയില്ലല്ലോ. ഇന്ന് മീഷോ നിന്നും ഭയങ്കര എക്സ്പെൻസീവായി വാങ്ങിയ ഒരു ട്രൈപോഡ് വിത്ത് സെൽഫി സ്റ്റിക്ക് വിത്ത് വ്ളോഗ് സ്റ്റാൻഡ്. വ്ളോഗ് സ്റ്റാൻഡ് നമ്മൾ ആക്കിയതാണ് കേട്ടോ. അപ്പോ ആ സെൽഫി സ്റ്റാൻഡിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഗിംബൽ എന്താ പറ്റിയപ്പോ? ഗിംബൽ എന്താ വെച്ചാല്, ഗിംബല് വീഡിയോ എടുക്കുമ്പോ ഓക്കെ, അതായത് നമ്മളെ ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പോ ഓക്കെ, നല്ല സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട്. കുലുക്കൊന്നും കിട്ടൂല. ഇത് കുലുക്കുണ്ടാവും കേട്ടോ. വണ്ടി പോകാൻ. അതായത് ഗിംബൽ ഐഫോൺ ഉണ്ടാവില്ല, അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പക്ഷെ കുലുക്കം ഉണ്ട്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കണ്ടേ? ഓട്ടോമാറ്റിക് ആക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും ഇത് എന്താ പറയാ, ഗിംബൽ എന്താ വെച്ചാല് ചൂടാവുമ്പോ ഫോൺ ഓൾറെഡി ചൂടാവും. വീഡിയോ എടുക്കുമ്പോ ചൂടാതെ ഫോൺ ചൂടാകുമ്പോ ഗിംബിൾ ചൂടാ, ആ ഹീറ്റ് ഗിംബൽ കിടക്കാണ്. അപ്പൊ എന്താണ്, അപ്പൊ അത് ഹീറ്റ് ആയിട്ട് ഓഫ് ആവാണ്. ഓഫ് ആവുമ്പോ ഇങ്ങനെ പോകും. പല വീഡിയോസും കണ്ടില്ല. അപ്പൊ ഞങ്ങൾ റിസ്ക് എടുക്കണ്ട. വ്ളോഗിന് ഇപ്പൊ ഈ സാധനം ആകുമ്പോ ചൂടായാലും കത്തിയാലും അപ്പുറത്തേക്ക് നിൽക്കും. നമുക്കൊരു ഇത് അങ്ങനെ ഇതറിയോ, ഇത് പറയാ, അയ്യോ കൂളർ വാങ്ങണം. ഫോൺ കൂളർ നമുക്ക് വാങ്ങണം, നിർബന്ധമാണ്. അതായത് വ്ളോഗ് ആവുമ്പോ 10 മിനിറ്റ് നമുക്ക് ഉണ്ടാവും. വ്ളോഗ് വീഡിയോസ് കമ്പനി ഇപ്പോ കൂടുതൽ എടുക്കുമ്പോ അപ്പൊ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പൊ ഒരു 10 മിനിറ്റ് എന്തായാലും നമുക്ക് ജസ്റ്റ് കൂളർ വെച്ചാ പോരെ. അതായത് നമുക്ക് വീട് എടുക്കുമ്പോൾ ചൂടാവാനായിട്ട് ഫോണ്. സോ നമ്മൾ വീട് എടുക്കുമ്പോ ഫോൺ ചൂടായിട്ട് സ്റ്റക്കാകാരം വീഡിയോ കാണാൻ പറ്റില്ല. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് പോണോ? എന്തേ ലൈറ്റ് അവിടെ ഓഫ് ആയിക്കോട്ടെ. അവിടെത്തുമ്പോ ലൈറ്റ് ഇതിനാ അങ്ങനെ പിടിച്ചാൽ മതി. അവിടെ എത്തുമ്പോ ഓഫ് ആക്കാം. ഏട്ടാ കട കാണിച്ചിട്ട് ഓഫ് ആക്കാം കേട്ടോ. ട്രാഫിക് ലൈറ്റ് ഓഫ് ആയിക്കോ, പിന്നെ കാണില്ലല്ലോ. പിന്നെ ആൾക്കാരില്ലല്ലോ, അത് കുറവല്ലേ. ട്രാഫിക് എത്തുമ്പോ ട്രാഫിക് അല്ലേ ഇവിടെ റോഡ് സൈഡ് എത്തൂലേ, പിന്നെ വിളിച്ചിട്ടുണ്ടാവും. ഓൾഡ് സീറ്റ് വിളിച്ചിട്ടുണ്ടാവും. ഇപ്പൊ റോഡ് കാണൂല. ഇപ്പൊ തന്നെ കാണുന്നില്ല. ഓഫ് ആയിക്കോ, ലൈറ്റ് ഓഫ് ആയിക്കോ. ബാക്ക് സ്വിച്ചുണ്ട് അല്ലേ? ഓഫ് അല്ലേ? അപ്പൊ ഗായ്സ്, നമ്മള് പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡ്രസ് ഷോപ്പിന്റെ നാളെ. ഏത് മൈക്ക് ചാടിയിട്ടൊന്നുമില്ലല്ലോ. മൈക്കിന്റെ കോളർ മൈക്കല്ലേ, കോളർ ചാടുക. ക്ലിപ്പ് കണ്ടാ, അതൊക്കെ വമ്പ സാധനം. നമ്മള് പൈസ തിറക്കുന്ന സാധനല്ലേ.
പാണ്ടി ലോറി നമ്മൾ അങ്ങനെ പറയാം, പാണ്ടി ലോറി. നമ്മൾ ഇങ്ങനത്തെ ലോറികളെ നമ്മൾ പാണ്ടി ലോറി, അതായത് വലിയ ലോറിയാണെങ്കിൽ പാണ്ടി ലോറി, മറ്റേതാണെങ്കിൽ മണൽ ലോറി, ഓട്ടോറിക്ഷ ആണെങ്കിൽ കൊടുത്ത്. ഇനി അതിലുള്ള പിക്കപ്പ് പറയില്ല നമ്മള്, എന്താ ദോസ്ത്, ദോസ്ത് വണ്ടിണ്ട് അറിയില്ല, മഹേന്ദ്രന്റെ അല്ലേ, മഹേന്ദ്ര ഫോഴ്സോ ഏതോ ഒരു കമ്പനി വണ്ടി, അത് മതി. കമ്പനി ഒന്നും അറിയില്ല. കമ്പനി ലോറികൾ പല കമ്പനി ഉണ്ട്. അശോക് ലീലാൻഡ്, എമിറേറ്റ്സ്, അത് ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഐഷ കോംപ്ലക്സിന്റെ നേരെ അപ്പുറത്താണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. ഞങ്ങൾ പിടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ സ്പോട്ട് എത്താനായിട്ട് നമ്മൾ പറഞ്ഞ ഡ്രസ് ഷോപ്പ് ഇതാ നല്ല കാശ് എത്തും. ഞാൻ ഡ്രസ് കാശ് എടുത്താ ഷോപ്പ് കാണിക്കേ.